ഡിയർ ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ പറയുന്നത് ദ ഭാരതീയ ന്യായ സംഹിത എന്ന ഇന്ത്യയിലെ ശിക്ഷാ നിയമത്തിൻ്റെ 2ാമത്തെ വകുപ്പിലെ 25ാമത്തെ വകുപ്പിനെ കുറിച്ചാണ്. ഒമിഷൻ, ഒഴിവാക്കൽ, ഡിനോട്ട്സ് ആസ് വെൽ ആസ് എ സീരിയസ് ഒമിഷൻസ് ആസ് എ സിമ്പിൾ ഒമിഷൻ. ചെയ്യേണ്ട പ്രവൃത്തി സീരിയസ് ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും അത് ചെയ്യാതിരുന്നാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഒമിഷൻ. ഉദാഹരണം, ഇന്ന് ജനിച്ച ഒരു കുട്ടി, അതിൻ്റെ അമ്മയുടെ മാൻഡേറ്ററി ഡ്യൂട്ടിയാണ് അതിന് മുലപ്പാൽ കൊടുക്കുക. അമ്മ മുലപ്പാൽ കൊടുക്കുന്നില്ല, പാലില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം കൊടുക്കും. ആ കുട്ടി ആരോഗ്യം വഷളാവും. അടുത്തത് ഭാരതീയ ന്യായ സംഹിത 2023 26ാമത്തെ ഉപവകുപ്പ് പറയുന്നത് പേഴ്സൺ എന്നാണ്. ഇൻക്ലൂഡ്സ് എനി കമ്പനി ഓർ അസോസിയേഷൻ ഓർ ബോഡി ഓഫ് പേഴ്സൺസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് എനി കമ്പനി, ഒരു കമ്പനിയെ പേഴ്സൺ എന്ന് പറയും. ഓർ അസോസിയേഷൻ, ഒരു അസോസിയേഷനെ പേഴ്സൺ എന്ന് പറയും. ഉദാഹരണം, ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ ഇസ് എ പേഴ്സൺ. ഓർ ബോഡി ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് പേഴ്സണെ പേഴ്സൺ എന്ന് പറയും. വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്, അത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പേഴ്സൺ, ലീഗൽ പേഴ്സൺ. അടുത്ത പബ്ലിക്. എന്താണ് പബ്ലിക്? ഇൻക്ലൂഡ്സ് എനി ക്ലാസ് ഓഫ് പബ്ലിക് ഓർ എനി കമ്മ്യൂണിറ്റി. അത് ഇൻക്ലൂസീവ് ഡെഫിനിഷനാണ്, മീൻസ് അല്ല, എക്സ്ക്ലൂസീവ് ഡെഫിനിഷൻ. പബ്ലിക് ഇൻക്ലൂഡ്സ് എനി ക്ലാസ് ഓഫ് പബ്ലിക് ഓർ എനി കമ്മ്യൂണിറ്റി. ഏത് കമ്മ്യൂണിറ്റിയും പബ്ലിക്കാണ്, ഒരു ക്ലാസ് ഓഫ് പേഴ്സണും പബ്ലിക്. അടുത്ത് 28 പറയുന്നത്, 28 ഒരു ലെങ്തി സെക്ഷനാണ്, അത് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 28 വേറൊരു വീഡിയോയിൽ പറയാം.